PCOD ഉള്ള സ്ത്രീകളുടെ ഭർത്താക്കന്മാർ ഈ വീഡിയോ കാണാതെ പോകരുത്. മിക്കപ്പോഴും ഇത്തരം പേഷ്യൻസ് ക്ലിനിക്കിൽ വരിക ഹസ്ബൻഡിൻ്റെ കൂടെ ആയിരിക്കും. ആസ് എ ഹോമിയോപ്പതിക് ഡോക്ടർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേസ് എടുക്കുന്ന സമയത്ത് ഈ ഹസ്ബൻഡുമാർ പറയും, ഡോക്ടർ ഇവർക്ക് എപ്പോഴും ദേഷ്യമാണ്, ചെറിയ എന്തെങ്കിലും കാര്യം കിട്ടിയാൽ മതി, പിന്നെ അതിനെ ചൊല്ലി എപ്പോഴും വഴക്കാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കരച്ചിലാണ്, നമ്മൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എപ്പോഴും ഉത്കണ്ഠയാണ് എന്നൊക്കെ പറയും. ഈ PCOD എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുള്ള ഒരു രോഗമാണ്. ഇത് നമ്മുടെ ശരീരത്തെ മാത്രമല്ല മാനസികമായിട്ടും ബാധിക്കുന്നുണ്ട്. ഇത് ഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കണം. ഇതിൽ ഭർത്താക്കന്മാർക്ക് ചെയ്യാൻ പറ്റുക നല്ല ക്ഷമയുള്ള നല്ലൊരു ലിസണർ ആയിരിക്കുക എന്നുള്ളതാണ്. ഈ PCOD ഉള്ള പേഷ്യൻസ് അവരുടെ മൂഡ് സ്വിങ്സ് ഒന്നും എല്ലാവരോടും എക്സ്പ്രസ് ചെയ്യില്ല. ഏറ്റവും മെൻ്റലി നമുക്ക് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമേ, അതായത് എസ്പെഷ്യലി ഹസ്ബൻഡുമാരോട് മാത്രമേ അവർ എക്സ്പ്രസ് ചെയ്യുള്ളൂ. അപ്പം അത് കേട്ടിരിക്കാനുള്ളൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ബാലൻസ്ഡ് ഫുഡ് കഴിക്കാനും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാനൊക്കെ അവരെ നല്ലൊരു സപ്പോർട്ട് അവർക്ക് കൊടുക്കുക. എന്തിനും ഏതിനും അവരെ ബ്ലെയിം ചെയ്യാതെ, അതായത് നീയാണ് എല്ലാത്തിനും കാരണം എന്നൊന്നും പറഞ്ഞ് അവരെ കുറ്റം പറയാതെ നിനക്ക് ഞാനുണ്ട് എന്നുള്ളൊരു സപ്പോർട്ട് അവർക്ക് കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ PCOD ക്യൂർ ആവുക മാത്രമല്ല ചെയ്യുക, അത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും.